അല്ല ചേട്ടൻ്റെ അവിടെ കോവയ്ക്കില്ലല്ലോ, കൊടുക്കായിരുന്നു അങ്ങോട്ട്. അല്ല ചേട്ടൻ ചെറുചേട്ടന് വേണമെങ്കിൽ കൊടുക്കാം. കോവക്കായ പൊട്ടിക്കൽ മഹോത്സവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ പാത്രം നിറയെ സരിത കോവക്കായ പൊട്ടിച്ചു. ഇതിന് ഉണക്കേണ്ട വരുന്നത് ഇതൊക്കെ കുറച്ചാലതൊക്കെ പഴുത്തുണ്ടാവും. നമ്മൾ 3-4 ദിവസമായി പൊട്ടിച്ചിട്ടേ. അപ്പോ പഴുത്തത് നമുക്ക് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും മുളകും തേച്ചിട്ട് ഉണക്കാല്ലേ. കോവയ്ക്ക അച്ചാറുണ്ടാക്കാം. പഴുത്തലും കുഴപ്പമില്ല. ഇതേ ഒരു ഇതുണ്ടായിട്ടുണ്ട് നോക്കിയേ. പൊട്ടിച്ച അവിടത്ത് കൂടെ തന്നെ വീണ്ടും പോകുമ്പോ പിന്നെയും ഇവിടെ ഇടയിലേ ഇലകളുടെ ഇടയിൽ ഇങ്ങനെ മറഞ്ഞിട്ട് ഇവിടെ പിന്നെയും കാണാം. ഇപ്പൊ 2 കിലോന് മീതെ കോവക്കായ ഉണ്ടാവില്ല സരിത. ഈ വെണ്ടക്കായ പൊട്ടിക്കാണ്ട് ഇന്നത്തെ വിളവെടുപ്പ് ഗംഭീരമായെന്ന് തോന്നുന്നുണ്ട്. അത് പൊട്ടിച്ചേട്ടാ ആദ്യം. കോവയ്ക്ക പൊട്ടിക്കല് കഴിഞ്ഞു. ഇതേ ഞാൻ കോവയ്ക്കും വെണ്ടയ്ക്കും കൂടിയിട്ട് ഈ പാത്രം എടുത്ത, പക്ഷെ ഇതില് കോവയ്ക്ക നിറഞ്ഞു. വെണ്ടക്കായ പൊട്ടിക്കണെങ്കിൽ കത്തി എടുക്കണം. കത്തി പിടി ഉണ്ടാ? ബ്ലേഡ് എങ്ങാനും? ഞാൻ കത്തി എടുത്തിട്ട് വരാം. കൈപ്പക്ക ഒരെണ്ണം നോക്കിയേ. അതിന് പൊട്ടിക്ക്. കൈപ്പക്കായ ഒരെണ്ണം. ഒരു കൈപ്പക്കായ ഒരെണ്ണം ഉണ്ടായിരിക്കുന്നു. അത് നമ്മൾ കെട്ടിണ്ടായിരുന്നില്ലേ, അത് കാരണം എന്താ ഇങ്ങനെ കുത്ത് കിട്ടിയിട്ടില്ല ചേട്ടാ. പക്ഷെ ഇനി വലുതാവില്ലായിരിക്കും. ദേ കൈപ്പക്ക ഇവിടെ ഉണ്ടാവണുണ്ട്, അത് കെട്ടി കൊടുക്കണം ചേട്ടാ. പടവലങ്ങിയും കൈപ്പയ്ക്കും ഒരുമിച്ച് കൊണ്ട് ഇതിന് എന്താ ചാണപ്പൊടി കൊടുക്കാത്ത സൂപ്പറാവത്. കോവക്കായ സരിത പൊട്ടിച്ചു. വെണ്ടക്കായയുടെ അവകാശം എനിക്കാണ്. നമ്മൾ വെണ്ട നിറഞ്ഞു നിൽക്കുകയാണ്. നിൽക്കേണ്ടത് വേണ്ട. ഇത് ഉള്ളിലേ ഇത് ആനക്കൊമ്പനാണ്. ആനക്കൊമ്പനായ കാരണം കേട്ടോ. ഇത് ഉള്ളിൽ കട്ട കുത്തി നിൽക്കുകയാണ്. ഇത് എവിടെ നിൽക്കിയ ആനേരെ പോലെ കൊമ്പൻ. മനസ്സിലായി എന്തുകൊണ്ട് ഇനി ഈ പേര് വന്നിരുന്നു. ആനക്കൊമ്പൻ. ഞങ്ങളെ വെണ്ടക്കായ പൊടിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ സജീവന് രാജ്യം വന്നു. അവർ നമ്മളെ ഇന്നലത്തെ ആക്സിഡന്റ് ഉണ്ടല്ലോ, വണ്ടിയിലെ മൂടിഞ്ഞിളങ്ങിയത്, അത് കാണാൻ വന്നതാ. വിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. ചെങ്കു പോയി പറഞ്ഞതാ പാപ്പനോട്. ഞാൻ മേമോട് പറഞ്ഞിട്ടായിരുന്നു. ആ ഇത് പൊട്ടിക്കണ്ട കുക്കുംബർ, അതിന് അവിടെ നിന്ന് ഞാൻ നാശാവും. അതെനിക്ക് വൈകുന്നേരം പൊട്ടിച്ചു തിന്നാം. അത് കളയാളതാ. അല്ല അത് കളയാളതാന്നപ്പോ പൊട്ടിക്കാം. ഇപ്പന്നെ പൊട്ടിച്ചാൽ ചേട്ടൻ വൈകുന്നേരം തിന്നും. അല്ലെങ്കിൽ ചേട്ടൻ വൈകുന്നേരം അത് പൊട്ടിക്കും. ഞാൻ പൊടിച്ചിട്ടില്ലേ. ഇത് മറ്റേ നമ്മുടെ നാടൻ വെണ്ടയാ. അത് വലുതാവുമ്പോഴേക്കും പൊട്ടിക്കണം, അല്ലെങ്കിൽ മൂക്കും. ഇത് മൂത്തിട്ടില്ല. ഇതിനെ അത്രയ്ക്കാണ്ട് വലിപ്പത്തിരിക്കാണ്ട് വിടാൻ പറ്റില്ല. പൊട്ടിച്ചോ, ചെറുതുകളൊക്കെ പൊട്ടിച്ചോ. നല്ല ടേസ്റ്റ് കൂടുതൽ ഇതാ നാടനാ. പിന്നെ ഇവിടെ ഒരെണ്ണം ഒരു അടിപൊളി വെണ്ടക്കായ ഉപ്പേരി വയ്ക്കാനുള്ള വെണ്ടക്കായ. കുറച്ചെണ്ണം മിനിഞ്ഞാന്ന് പൊട്ടിച്ചിട്ടുണ്ടില്ല. കുറച്ചെണ്ണം വെണ്ട എൻ്റെ കുക്കുംബർ പൊട്ടിക്കണം എന്നാണ് സരിത പറഞ്ഞത്. ഈ കുക്കുംബർ ഇതുമേ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും കൊഴിഞ്ഞു വീഴും. പപ്പായ പഴുത്ത് നിൽക്കുന്നുണ്ട് ചേട്ടാ. പൊട്ടിക്കാന്ന് പറഞ്ഞു. അത് പൊട്ടിക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്നിട്ട് പൊട്ടിക്കാണ്ട് ലാസ്റ്റ് കുയിലും കാക്കിയാണ് ഇറങ്ങണനൊക്കെ വന്ന് കുത്തും. അതുണ്ടാവാം. കോവക്കായ എടുത്തിട്ട് വിളവെടുപ്പ്. ഇത് എനിക്ക് തോന്നണില്ല തിന്നാൻ പറ്റും. നല്ല കയ്പ കണ്ട, അതിന് കൊറേ കുത്ത് കിട്ടിയിട്ടുണ്ട്. കയ്പായിരിക്കും. തിന്നാം. ചീരയും കീരിക്കിന്റെ പൊട്ടിക്കാൻ തരുതാ. ചീരയും കീര എവിടെ? ചീര ചീര അത് കതിര് വന്നു. കോവയ്ക്ക് കുറെ കിട്ടിയില്ലോ. അതില് കുറച്ച് മൂക്കാത്തൊന്ന് കിട്ടി, കുറച്ചെടുത്തിട്ട് രാവിലെ ഉപ്പേരി വെച്ച് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. ഇനിയുള്ളത് കഴുകി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ കുറേ മറ്റേതിനെ അരിയാൻ വേണ്ടി എടുത്തപ്പോൾ കണ്ട അതേ കുറേ ഇങ്ങനെ മൂത്തത് പഴുത്തത്. അതിനെ നമ്മളിനി അപ്പം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വെയിലത്തിട്ട് അങ്ങോട്ട് ഉണക്കാം. അപ്പം ഇങ്ങനെ പഴുത്തത് പിന്നെ ബാക്കി
കറി വെച്ചിട്ട് ബാക്കി വരണമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറ്. അപ്പം അത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടാട്ടായി. എന്തൊരു ഭംഗിയായിട്ട് കിടക്കണല്ലേ കളറാണ് കളർ. നമ്മളിത് എടുത്തതിൽ എല്ലാതും തന്നെ പറയാട്ടാ മൂക്കാത്തതാണ്. ഇത് ഈ 4-5 ബാക്കിയുള്ളോ, ചെറുതുകൾ മാത്രം മൂക്കാത്തത്. അല്ല, ബാക്കി ഇതിലത്തെ ചെറുതുകൾ എടുത്തിട്ടാണ് ഞാൻ ഇന്ന് കാലത്ത് ഉപ്പേരി വെച്ചേ. മെഴുക്ക് പുരട്ടി ഉപ്പേരി എന്ന് പറയുമ്പോൾ ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പം ഇതും കൂടി ഇല്ലിടാം. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് എടുത്തിട്ട് വരാം. ഷൂട്ട് ചെയ്യാത്ത സമയത്ത് കുറച്ച് ഏട്ടൻ വന്ന് അരിഞ്ഞു തന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര വേഗം കഴിഞ്ഞത്. ഇത് തൈരിലിട്ടിട്ട് നമുക്ക് കൊണ്ടാട്ടുണ്ടാക്കാം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു പുളിയും കൂടിയും കിട്ടല്ലോ, മറ്റേ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കണ പോലെ തന്നെ അല്ലേ. ഉപ്പിടണോ? ഉപ്പത്തിരി മുന്നിൽ വെക്കണല്ലേ, മതിയാവും. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, നല്ല മുളകത്. അത് ഇളക്കുമ്പോൾ സരിതര കൈ നീറും. നോക്കിയേ ഉപ്പുണ്ടോ? ഇത് മൂക്കാത്തതാ ചള്ള്. ഉപ്പില്ലേ? പറഞ്ഞു ഉപ്പ് കുറവാ. അത് നല്ല ചള്ള് സാധനം വായില ചെന്ന കാരണണ്ടാ ചേട്ടന്. കൊണ്ടാട്ടാവുമ്പോഴേ ഇത്തിരി ഉപ്പ് വേണം. നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ ചില കൊണ്ടാട്ട മുളക് നമുക്ക് ചോറിൻ്റെ ഒപ്പം കിട്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ ഉപ്പ് മാത്രമല്ലോ, തൈരിലൊന്നും ഇടില്ല. എന്നുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കണ കൊണ്ടാട്ട മുളകിന്റെ ടേസ്റ്റ് കണ്ട. അത് നീ കഴിച്ചു നോക്കണ. അട്ടമരക്കി ഇടണ വേണ്ടല്ലോ. ഇതിവിടെ ഇടുന്ന ഉണങ്ങട്ടെ, കൈ കഴുകട്ടെ ഞാൻ. അപ്പോൾ ഞങ്ങളിനി തൃശ്ശൂരേക്ക് പോവാം. പുത്തമ്പള്ളിയുടെ ഇടയ്ക്ക് സേവന അയിലേക്ക് പോവാണ്. എൻ്റെ ദേ കണ്ണാടകൾ 2 ഉണ്ട്. ഞാനത് എപ്പോഴും യൂസ് ചെയ്യാനായിട്ടുള്ളതും പിന്നെ കമൻ്റൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള ഫ്രെയിംലെസ് ആയിട്ടുള്ള, ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുകൊണ്ട് ഇത് എപ്പോഴും ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വായിക്കാൻ പറ്റണില്ല. വായിക്കണത് ഭയങ്കര ബ്ലർ ആയിട്ടായിരിക്കണേ. അപ്പോൾ അത്രയ്ക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് അർത്ഥം. അപ്പോൾ കണ്ണാട ഇത് മാറ്റി കണ്ണ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ണാട ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലാസ്. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, സ്ഥിരം എപ്പോഴും നമ്മളിങ്ങനെ ഫോൺ നോക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉള്ളതുണ്ട് ഒരെണ്ണം. അത് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇതാണ് പുറത്തേക്ക് പോകുമ്പോഴും പിന്നെ നമ്മൾ വീഡിയോയിൽ മിക്കവാറും കമൻറ്റ് വായിക്കാനൊക്കെ ഇതാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മാറ്റാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ണാടകൾ നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എടുത്തോളൂ. ഏതാണ് പുതിയ മോഡലുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ? റോജിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണാട മാറ്റാൻ ഞാൻ വരുന്നത് പറഞ്ഞിട്ടേ. അപ്പോൾ പറഞ്ഞു നല്ല സമയമാണ്, ഇപ്പോൾ ഇഷ്ടംപോലെ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് തോന്നണേ
ഇവിടെ വന്നിട്ട് നോക്ക് അതുപോലെയുള്ള കാണുന്നു. ഇത് വേറെ മോഡല്. പച്ച, വയലറ്റ്, കഴിഞ്ഞോട്ടൊന്നും വന്നില്ല. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അതായത് ട്രാൻസ്പെറന്റിൽ തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് കുറേ മോഡൽ കളേഴ്സ് ഉണ്ട്. ആഷ് കളർ അത് ഭയങ്കര ഡിമാൻഡുള്ള മോഡലാണ്. ഈ കളർ ആണോ? ആ ഭയങ്കര റയറായിട്ടുള്ള കളറാണ്. അത്ര ഡിമാൻഡാണ്? ആ അതെന്താ അത്ര ഡിമാൻഡ്? കളർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടത്. നമ്മുടെ ഇഷ്ടംമാതിരി ഇതുണ്ട്, പല പല അതെന്താ കിട്ടാറില്ല. റയറായിട്ട് കിട്ടുള്ള കളർ. ചേട്ടന്റെ കണ്ണാട അതിന്റെ ഇടയിൽ ഒരു ദിവസം ഒന്ന് മാറ്റിയിട്ടാ. അതും അങ്ങനത്തെ കളർ തന്നെയാ, ലൈറ്റ് ഷെയ്ഡാ. ഇത് മതിയില്ലേ? കുഴപ്പമില്ല. ഡബിൾ ഷെയ്ഡ് എന്നാ വേറെ മോഡൽ. ഇത് മോന്തയ്ക്ക് മാറ്റം വരും ഈ സാധനം വെക്കുമ്പോ. മോന്തല്ലാണ്ട് പിന്നെ മുഖം എന്ന് പറയണം. ഇത് കരളിയ കുഴപ്പമില്ല, ഒന്നും മോശമല്ല. അതാണ് കൂടുതൽ നന്നായി എന്ന് പറയാ. ഇതാ ആ സാധനം ഇതും ഭംഗി. ഇത് പിന്നെ വെറൈറ്റി മോഡൽ ഉണ്ട്. ഷേപ്പുകൾക്ക് വ്യത്യാസം അല്ലേ? ഇതായാലോ? വേറെ ലുക്കായി മാറ്റം വന്നു. ഇത് മതിയില്ലേ? വേറെ റൗണ്ട് ആയി. അശ്ശോ, ഇത് നമ്മുടെ ഗാന്ധിജിയുടെ കണ്ണട പോലെ. ഒരു വട്ട കണ്ണട ഇത്തിരി കുറവുള്ളവരെ പോലെ നോക്കിട്ടാ. പിന്നെ ഹെക്സഗൺ തന്നെ പുതിയ മോഡൽ ഷേപ്പ്. ഹെക്സഗൺ ഷേപ്പ് തലവേനോട് തുടങ്ങി. ഹെക്സഗൺ എന്ന് പറയുമ്പോ 6. അതിന്റെ ചെറുതുണ്ട്. സീരിയസ് ആയ രഘു പറയ് ഏതെടുക്കണ്ടേന്ന് പറയ്. ഇത് വേണ്ടേ? ഓക്കെ, അപ്പൊ ഇത് വേണ്ട. അതിന്റെ വെറൈറ്റി മോഡൽ ഉണ്ട്, വെച്ച് നോക്കിയോ. ഇത് മെറ്റലാണ്. മെറ്റലാണ്. ഇതിനൊത്തിരി സൂക്ഷ്മത വേണ്ടി വരും. സൂക്ഷ്മത വേണം. ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. പെട്ടെന്ന് കേടാവോ? നല്ല സൂക്ഷിക്കണം. അച്ഛൻ അത്രയ്ക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഓക്കെ, അപ്പൊ എനിക്കിത് വേണ്ട. ഞാൻ അത്രക്ക് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് അത് വേണ്ട എനിക്ക്. ഈ ടൈപ്പിൽ മതി. ഈ ടൈപ്പിൽ വെട്ടത്, ഈ ട്രാൻസ്പാരന്റ് വരുന്ന ടൈപ്പിൽ വെട്ടത് മതി. ഇതൊക്കെ അങ്ങനത്തെയാ. ജഗ്ഗോ ഒന്ന് നോക്കിയേ. ഇതാണോ? ഇതാണോ? ചേട്ടൻ കണ്ണാട വെച്ചേ. കണ്ണാട വെച്ചേ വെച്ചേ. ഇത് രണ്ടും ഒരുപോലത്തെ ആണോ? ഏകദേശം ചെറിയ വ്യത്യാസം. ഡാർക്ക്, ഇത് ലൈറ്റ്. അത് കുഴപ്പമില്ല കേട്ടാ. പിന്നെ ഇങ്ങനത്തെ കളറുകൾ വരാം, ഡാർക്ക് കളറുകൾ ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം ഉണ്ടാവില്ല, പൊട്ടൂല. അയ്യോ, എനിക്ക് ഇങ്ങനത്തേക്ക് ഇഷ്ടം ശരിക്കും പറഞ്ഞു. അതിന്റെ തന്നെ കളറുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ലൈറ്റ് സൈഡ് എടുത്തോ. ലൈറ്റ് സൈഡ് ആണ് പുതിയ ലേറ്റസ്റ്റ് മോഡൽ. ആ കണ്ട, ഇതൊക്കെ മതി. ചേട്ടൻ ആ വൈലറ്റുമ്പൽ എന്നെ പിടിച്ചിരിക്കുക. ഇത് നോക്കിക്കോട്ടോ. പൊട്ടില്ല, അത് അൺബ്രേക്കബിൾ ആണ്. ആ മതി, അതാണ് നമുക്ക് വേണ്ടത്. അൺബ്രേക്കബിൾ വേണം. കാരണം അത്രയ്ക്കധികം വട്ടം വീഴും. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ, ലൈറ്റ് ഷെയ്ഡ്. അപ്പൊ ഇത് മതിയാ? ഇതേതാ വേണ്ടത്? ഇതാണോ? അതിൽ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ആ, എനിക്ക് ഇതിലത്തെ ഏതാ വേണ്ടേന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. വേറെ പെട്ടി പൊട്ടിക്കണ? അയ്യോ വേണ്ട. റോസിയൽ ജഗ്ഗു പറഞ്ഞാൽ മതി. ജഗ്ഗു ജഗ്ഗു ന്യൂജനൽ ഏതാ കൂടുതൽ വയ്യുന്നത്? ഒതുക്ക. എനിക്ക് ഏത് വയ്ക്കുമ്പോഴും ഒരുപോലെ ഞാൻ അത് മതിയല്ലേ? ഈ ഷേപ്പ് ഉള്ളതില്ലേ, വീട്ടിലുള്ളതില്ലേ?
അതിൻ്റെ കളറ് വേറെ. ഇതെന്താ ചേട്ടന് താല്പര്യമില്ലാത്ത പോലെ? എന്തിനാ വീടിക്കാനാ? ഒരു കണ്ണാട, ചേട്ടന് ഇഷ്ടപ്പെട്ട കണ്ണാടയാണ് അത്. ഇത്രയധികം കണ്ണാടകളോട് ഇരിക്കുമ്പോ കൊച്ചു കുട്ടികളുടെ പോലെയാ. അപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചുട്ടാ. ഇതും എനിക്കിഷ്ടമായി. ഇത് രണ്ടും വെച്ചപ്പോൾ എനിക്കിഷ്ടമായി. പക്ഷേ ഇത് കോമൺ ആയിട്ടുള്ള കളറാണ്, ഇപ്പോഴും നമ്മൾ കാണുന്ന കളറാണല്ലോ. ഇത് വളരെ റയറായിട്ടുള്ള കളറാണെന്ന് റോജി പറഞ്ഞതുകൊണ്ട് ഇത് എടുത്തു ഞാൻ. ഇനി വേറെ ഉണ്ട് കുറേ മോഡൽ. അവൻ ദേ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മെറ്റലിൻ്റെ ഫ്രെയിം ആയിട്ടുള്ളത് കേട്ടോ. മെറ്റലിൻ്റെ ഫ്രെയിം ഞാൻ എടുക്കണില്ല, കാരണം അത് ഇത്തിരി ഇതിൻ്റെ പോലെ അങ്ങനെ ഇങ്ങോട്ട് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത്തിരി സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ കാരണം ഇത് ഞാൻ എടുക്കണില്ല. പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനത്തെ മോഡൽസ് എടുക്കണം. ചെറുപ്പം പിള്ളേര് അല്ലേ, അവരിങ്ങനത്തെ മെറ്റൽ ഫ്രെയിമിന്റെ മെറ്റൽ ഫ്രെയിം. പിന്നെ ഷെല്ല് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ്. ഇത് കണ്ടോ, ഡബിൾ ഷെയ്ഡാണ്, 2 കളർ വരുന്നത്. മുകളിലൊരു കളർ, താഴെ ഒരു കളർ ഫ്രെയിമിന്. അങ്ങനെ അല്ലേ, ശരിയാ. ഇവിടെ ഡാർക്കാണ്, ഇവിടെ ലൈറ്റും ആണ്. അങ്ങനത്തെ മോഡൽ ഉണ്ടല്ലേ. ഇതും ഇപ്പോഴത്തെ മോഡലാ? ഇപ്പോഴത്തെ പുതിയ മോഡലാണ്. ഇങ്ങനത്തെ മോഡൽ. ഇവിടെ വേറെ കളർ, ഇവിടെ അല്ല വേറെ കളർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ ലൈറ്റ് കളർ. ഇവിടെ ഇതിന്റെ തന്നെ അങ്ങനത്തെ ടൈപ്പ് വേറെ കേട്ടാ. മെറ്റലിലുള്ള കാറ്റായി ഷേപ്പ്. ഷേപ്പ് വ്യത്യാസമുള്ളത്. ഇതൊക്കെ ലേഡീസ് മോഡൽസ് ആണ്. മെറ്റലാ. ഇത് രസമുണ്ടല്ലോ. ഒരിക്കലല്ല, ഇങ്ങനത്തെ അല്ലല്ലോ ടെർമിനേറ്ററിന്റെ. നല്ല ബ്ലാക്ക് ചന്ദ്രനായിട്ടുള്ളതാ. ഒക്ടഗൺ. ഇത് ഭംഗിയുണ്ട് കേട്ടാ. അല്ല, ഇങ്ങനത്തെ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞതാണ്. എനിക്കിത് ഭംഗിയില്ലെന്നാണ് ചേട്ടൻ പറയണത്. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തറക്കി ബോറാണ്, കുഴപ്പമില്ലല്ലോ. അതിന്റെ വേറെ ഇതൊരു പിങ്ക് ഷെയ്ഡ് പോലെ അല്ലേ. ഇതൊരു ഗ്രേ. ഞാൻ എടുക്കണില്ല, ഞാൻ മറ്റേ എടുക്കണുള്ളൂ. എന്നാലും ഞാൻ വെറുതെ വെച്ചു എന്ന് പറഞ്ഞു. വെക്കണില്ല, കാണിച്ചു തരാം. വേണ്ട, വേറെ മോഡലുകൾ കുറേ എണ്ണായി ഇപ്പം എൻ്റെ കയ്യിൽ. ദൈവമേ, പെട്ടികൾ. ഇനി ഇത് മുഴുവൻ കാണിച്ചു തരാനുള്ളതാണോ? ജെൻസിന്റെ അത് അതിന്റെ ലൈറ്റ് ഷെയ്ഡ് കേട്ടോ, ട്രാൻസ്പെറന്റ്. നേരത്തെ കാണിച്ചില്ലേ, അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡുകൾ. അത് വ്യത്യാസം കുറച്ചുകൂടി ഇത് കുറച്ചും കൂടി വെറൈറ്റി ഷേപ്പാണ്. ഇതിപ്പോഴത്തെ മോഡൽ ഇപ്പം ഇറങ്ങിയത്. പിരികൊക്കെ പെടില്ലോ, ഉള്ളിൽ പെടില്ല. പിരികൊക്കെ ഉള്ളിൽ പെടും. ഇതിന്റെ അങ്ങനെ ഇരിക്കുള്ളൂ. വേറെ വേറെ പിന്നെ അതിന്റെ തന്നെ മെറ്റലിന്റെ മോഡലുകൾ, ലൈറ്റ് ഷെയ്ഡിലെ മെറ്റൽ മോഡല്. കണ്ണിൽ പൊടിയൊന്നും കയറില്ല. ലൈറ്റ് വെയിറ്റ് ഫ്രെയിമാണ്. അതിന്റെ തന്നെ വേറെ കളർ, 2 കളറാണ്. വേറെ കളറ് മതി. ഇഷ്ടം പോലെ തരങ്ങളുണ്ട് കേട്ടാ. അതിന്റെ തന്നെ വൈറ്റിലൊരു വെറൈറ്റി മോഡൽ. ഇഷ്ടം പോലെ തരങ്ങള്. അല്ല, ഒന്നും മോശമല്ല, ഒരെണ്ണല്ലോ ആവശ്യമുള്ളോ. പിന്നെ ഇങ്ങനത്തെ മോഡൽ ലൈറ്റ് ഷെയ്ഡ്, ട്രാൻസ്പെറന്റ്, ഷെല്ല്, അൺബ്രേക്കബിൾ ആണ്, പൊട്ടില്ല. പൊട്ടില്ലല്ലേ? അങ്ങനെ വേണമെങ്കിൽ വലിച്ചെറിയാം. കുഴപ്പമില്ല. അല്ല, എന്റെ കൈ വലിപ്പല്ല, ചെറുതാണ്. ഇത് ഷേപ്പിൽ ചെറിയൊരു കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മോഡലാണ്. ലെഗില് ഡബിൾ ഡിസൈൻ ഉണ്ടാവും. സൈഡിലേക്കും ചെറിയ ഇതുണ്ടാവും, പൊടിയടിയില് കേട്ടോ. ഇത് വെച്ച് കഴിയുമ്പോ എന്താണെന്നറിയോ, ഒരു പക്വത ഭയങ്കരമായിട്ട് വന്നില്ല. അല്ല, പക്വത വന്നു പറഞ്ഞാൽ നമ്മൾക്ക് പ്രായം കുറേ പക്വത. പിന്നെ സെൻട്രലിൽ കണക്ഷൻ ഉണ്ടാവില്ല, മാത്രം സെൻട്രൽ പെടുത്തൽ. വെറൈറ്റി. ഇവിടെ മൂക്കുമ്പോ വര വീട്ടിലാണ് കേട്ടാ. എന്തോ ഒരു അപാകത. മൂക്ക് ഇങ്ങനെ പുറത്ത് ചെയ്യേണ്ട തള്ളിയിരിക്കണ ഫുള്ള് കാണുമ്പോഴേ കണ്ണാട വയ്ക്കുമ്പോ ഇവിടെ ഒരു വെട്ടെങ്കിലും വേണ്ടേ. ഇതിന്റെ
ഇത് സൈഡിലത്തെ കമ്പി ചെയ്യുന്നുണ്ടല്ലേ? ഫുൾ മെറ്റലാണ്. മെറ്റലിൽ ഫുൾ കട്ടിങ് ഉള്ള. ഇത് വലിയ സ്വർണ്ണക്കട മുതലാളിമാരൊക്കെ മറ്റേ ക്യാഷിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ലേ അവന് ഇതാണ്. ഇത് ഫുൾ സ്ക്വയർ ആണ്. ഇതിങ്ങനെ എഡ്ജ് കട്ടിങ് വരും. പിന്നത് കോമൺ ആയിട്ടുള്ള ഏവിയേറ്റർ ഷേപ്പിൽ റൈഡ്മാൻ ഒക്കെ പറഞ്ഞ ഏവിയേറ്റർ ഷേപ്പിൽ തന്നെ പുതിയ ലേറ്റസ്റ്റ് മോഡലാണത്. ചേട്ടൻ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. ചേട്ടൻ കണ്ണട കുറച്ച് നാൾ മുന്നേ വന്നിട്ട് ഇവിടെ വാങ്ങിച്ചു പോയി. അതന്നെ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും ഇവിടേക്ക് തന്നെ വരാറ്, എൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ. അപ്പോൾ എനിക്ക് ഉള്ളതും എടുത്തു കഴിഞ്ഞു. ഇനി എന്നിട്ടാ ഇനി വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നുണ്ട് കമ്പ്യൂട്ടർ യൂസിങ്ങിനൊക്കെ ആയിട്ട്. പവർ ഇല്ലാണ്ട് പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് വെക്കണം. റെഡിമെയ്ഡ് തന്നെ കുറെ മോഡൽസ് ഉണ്ട്. ഇപ്പൊ പുതിയത് വന്നിട്ടുള്ളതാണ് ബ്ലൂ കട്ട് ബ്ലൂ കട്ട് ലെൻസ് സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട്, ഫോൺ യൂസ് ചെയ്യാൻ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ. അത് റെഡിമെയ്ഡ് വരും. അതായത് പവർ ഇല്ല പ്ലെയിൻ ഗ്ലാസ് ചെയ്യുന്നവർക്ക് ഗ്ലാസ് വേണ്ടാത്തവരുണ്ടല്ലോ, വെറുതെ ഉപയോഗിക്കാനായിട്ട് കണ്ണിലേക്ക് വെളിച്ചം. അങ്ങനത്തെ പ്ലെയിൻ ഗ്ലാസ്സുകൾ അത് കുറെ മോഡൽ ഉണ്ട് അല്ലേ? അത് ഇനി കുറെ മോഡൽസ് ഉണ്ട്. അത് നമുക്ക് നേരത്തെ നോക്കിയ പോലെ നിനക്ക് വേണമെങ്കിൽ മേടിച്ചോ. നേരത്തെ നോക്കിയ പോലെ ഫ്രെയിമിന്റെ അത്ര ക്വാളിറ്റി അത് വരില്ല. ഇത് നമുക്ക് പവർ ഗ്ലാസ് ചെയ്യാനുള്ളതല്ല. ഇത് തൽക്കാലം വെക്കാനായിട്ട് പ്ലെയിൻ ഗ്ലാസ് ആയതുകൊണ്ട് മറ്റേ അത്ര ക്വാളിറ്റി ഇതിനുണ്ടാവില്ല. അതിനനുസരിച്ച് റേറ്റും റേറ്റ് കുറവാണ്. റേറ്റ് 500-600 ലെൻസ് അടക്കം ലെൻസ് വിത്ത് ഫ്രെയിം ആ റേറ്റ് ഉള്ളൂ. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതായിരുന്നു, കണ്ണ് ടെസ്റ്റ് ചെയ്യല്. പവറിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കണ്ണാട ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഈ അക്ഷരങ്ങൾ എന്താ പറയുക ബ്ലറായിട്ട് ആണ് ഇരിക്കണം കണ്ണാട ഉപയോഗിച്ചിട്ടും. ഈ വെള്ളെഴുത്തിൻ്റെ പ്രശ്നമാണത്. വെള്ളെഴുത്ത് ചേട്ടൻ മാർക്ക് ചേട്ടൻ കാരണം കൊണ്ട് എനിക്ക് കണ്ണാടയിലത്തെ നോക്കി വായിക്കണം. ഏറ്റവും താഴത്തെ വായിച്ചാൽ മതിയാ? ഏറ്റവും താഴത്തെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ചേട്ടൻ പറഞ്ഞതാന്ന്. ലെഫ്റ്റ് സൈഡ് നോക്കി ലാസ്റ്റ് ഇത് വരെ വായിക്കാൻ പറ്റുന്ന 0, 4, 8 എല്ലാവരും നമ്മുടെ മുഖം മാറ്റം വരുത്താൻ 0.4 ഒരു ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്. ലാസ്റ്റ് ലൈനാണോ? 0 അടിയിലാണ് നമ്മൾ വായിക്കുന്നത്. 0.4 ഇപ്പൊ നോക്കി ഇപ്പൊ എവിടെ വരെ വായിക്കാൻ പറ്റുന്ന 0.4 എന്നാലും പോരാ. അടുത്തത് എനിക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു ബ്ലർ തോന്നുന്നുണ്ടോ? അതാണ്. അത് കഴിഞ്ഞിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ ബാക്കിയുള്ളത്? മറ്റേ വെച്ചപ്പോഴാണ് ക്ലാരിറ്റി കുറഞ്ഞത്. പവർ അത് വ്യത്യാസമില്ല. ആ പവറിന് മതി. എനിക്കൊന്നും വേണ്ടല്ലോ. വേണ്ട മാറ്റണ്ട. എനിക്ക് വലിയ കുഴപ്പമില്ലാണ്. അപ്പോൾ കണ്ണ് പരിശോധിച്ച് ഈ കൈയോടെ തന്നെ നമുക്ക് എല്ലാം ശരിയാക്കി തരും റോജിട്ടാ. നമുക്ക് ലേറ്റസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള അങ്ങനത്തെ ഡയമണ്ട് വൈറ്റ് അങ്ങനത്തെ കളേഴ്സിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വലിയ വെറുതെ അല്ലേ ചേട്ടൻ വെച്ചോ. വേനൽക്കാലമാണ്. സിക്കിമിലൊക്കെ പോകുമ്പോൾ സൺഗ്ലാസ് വളരെ വളരെ അത്യാവശ്യമാണ്. ഇഷ്ടം പോലെ മോഡൽ ഉണ്ട് കേട്ടോ. ഇത് നല്ല രസം. ഇത് പെണ്ണുങ്ങളുടെ അല്ലേ? ഇതാ ലേഡീസിന്റെ? ഇത് ലേഡീസിന്റെ? അതെ നിങ്ങൾക്ക് വേണം? വെറൈറ്റി ലേഡീസിന്റെ ലേറ്റസ്റ്റ്. ഇതെങ്ങനെയുണ്ട്? അപ്പൊ അങ്ങനെ കുറെ മോഡലുകൾ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതോ ഇനി വെക്കാനൊന്നും നിൽക്കണില്ലേ? അത് പോളറൈസ്ഡ് ആണ് ഗ്ലാസ്. പോളറൈസ്ഡ് ആണ് ഏറ്റവും നല്ല ഗ്ലാസ്. പോളറൈസ്ഡ് കണ്ണാട കുഴപ്പമില്ല. പിന്നെ പോളറൈസ്ഡ് നൈറ്റ് ഡ്രൈവിന്റെ ഗ്ലാസ്. അത് നല്ലതാണല്ലോ. അപ്പൊ കണ്ണിലേക്ക് വെളിച്ചടിക്കുമ്പോ
അത് രണ്ട് ക്വാളിറ്റിയിലുണ്ട്. അത് എനിക്ക് ആവശ്യമില്ല. വണ്ടി ഓടിക്കുന്ന ഒരാൾ ആവശ്യമുള്ളത്. അത് രണ്ട് ക്വാളിറ്റിയിലുണ്ട്. സാധാരണ ടൈപ്പ് 200 രൂപ തൊട്ടുണ്ട്. 200 രൂപയുണ്ട്. ഇത് മെറ്റാലിക് വേറെ പോളറൈസ്ഡ് ആണ്. രണ്ട് പർപ്പസ് യൂസ് ചെയ്യാം. പകൽ ഇതിനൊക്കെ 1000 രൂപ തൊട്ടാണ് ഇങ്ങനത്തെ മോഡൽ സ്റ്റാർട്ടിങ് വരുന്നത്. ആ വിലയുണ്ടപ്പോ അതിന്റെ നോർമൽ മോഡല് 200 തൊട്ടുണ്ട്. ഇങ്ങനത്തെ കോമൺ ആയിട്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും അതിന് 200 രൂപയോളം. അതിൽ കുറെ ഡിസൈൻസ്. പോളറൈസ്ഡ് ആണ്. ലെൻസ് ക്വാളിറ്റി കൂടിയ ലെൻസ്. പിന്നെ ഫ്രെയിമും പറ്റില്ല. ഇത് കണ്ട വിത്ത് സ്പ്രിങ് പൊട്ടില്ല. അതിന് തന്നെ ഹെക്സഗൺ ലേഡീസ് മോഡലാണ്. ലേഡീസിന് അല്ല, എനിക്ക് വേണ്ട, നമ്മൾ വണ്ടി ഓടിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ കൂളിംഗ് ഗ്ലാസുകൾ അത്രയ്ക്കധികം ഗ്ലാസ് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട്. ആ നമ്മൾ അന്നും എടുക്കുമ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ഏതിനും എല്ലാത്തിനും അല്ലാതെ പല കാറ്റഗറി ഉണ്ട്. 399 കുറെ മോഡൽസ് ഉണ്ട്. പിന്നെ അപ്പൊ 2 എടുക്കാം. പിന്നെ 399 ഓരോ മോഡൽസ് വേറെ ഉണ്ട്. പിന്നെ 400, 600 അങ്ങനെ പല പല കാറ്റഗറിയിലുണ്ട്. അപ്പൊ സൺഗ്ലാസുകൾ കുറെ കണ്ടില്ലേ. ഇനിയും ഇഷ്ടംപോലെ മോഡലുകളുണ്ട്. അപ്പൊ വേനൽക്കാലാണ്, വണ്ടിമൊക്കെ പോകുന്നവർക്ക് ചൂട് ഭയങ്കരല്ലേ. അപ്പോൾ സൺഗ്ലാസുകൾ വേണമെന്നുള്ളവർ വരാം. ഓഫർ ഉണ്ട്, ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട്. ഇനി ഞാൻ കണ്ണാട സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തു. കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അകലേക്കുള്ള എൻ്റെ അതിൻ്റെ പവറിന് മാറ്റൊന്നുമില്ല. പക്ഷേ അടുത്തേക്കുള്ളതാണ് എനിക്ക് കുഴപ്പം. വായിക്കുമ്പോൾ എനിക്ക് ബ്ലറാവണുണ്ട് എൻ്റെ ഈ കണ്ണാട ഉപയോഗിക്കുമ്പോഴേ. അപ്പോൾ അതിൻ്റെ എനിക്കൊരു ചെറിയ ഒരു പോയിന്റ് പവർ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എന്നാ കിട്ടുക കണ്ണാട? നാളെ കിട്ടും. ആ അപ്പോൾ നാളെ കിട്ടും. അപ്പോൾ ഞാൻ എടുത്തത് ഏതായിരുന്നു? ഇതല്ലേ എടുത്താണ്? ഇതല്ലേ നീ പറഞ്ഞ റയറാണ്. 3 കളർ 3 എടുത്ത് വെച്ചേ. ഈ 3 ഇത് റയർ എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ ഇത് ഇതെനിക്ക് കൂടുതൽ ഇഷ്ടമായത്. വെച്ചപ്പോ എനിക്ക് കൂടുതൽ നന്നായി തോന്നിയത് ഇതാ. പക്ഷെ ഇത് കോമൺ ആണെന്ന് പറഞ്ഞ കാരണം ഇത് എടുത്തു. അപ്പൊ അത് കോമൺ അല്ല, അത് ഓൾറെഡി ഉണ്ട്. ഒന്നുമില്ല ചേട്ടൻ്റെ ഒരു ബുദ്ധി. ശരിയാട്ടാ, ഞാൻ അതൊന്നും ചിന്തിച്ചില്ലേ. ഇപ്പൊ എന്തായാലും ഇത് റയറാണല്ലോ. അപ്പൊ ഇത് ഞാൻ എടുത്തു. അങ്ങനെ പിന്നെ ഇവിടെയുള്ള ചില പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് റോജി തന്നെ പറയും. കണ്ണാടകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നോർമൽ പവർ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കും. പിന്നെ കുറച്ച് അധികം വലിയ കൂടിയ പവറൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കുറച്ച് സമയം എടുക്കാം. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാം. പിന്നെ പവർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. നമ്മൾ ഡോക്ടറെ അടുത്ത് സ്ലിപ്പല്ല കൊണ്ടുവരാം. അതിൽ പറഞ്ഞിരിക്കുന്ന പവർ തന്നെയാണോ നമുക്ക് മെഷീനിൽ വെച്ചെങ്കിൽ നമുക്ക് തന്നെ ഡിസ്പ്ലേയിൽ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കാം. കറക്റ്റ് പവർ ആയിരിക്കും. പവർ അങ്ങോട്ട് ഒന്നും മാറില്ല. കറക്റ്റ് പവർ ആയിരിക്കും. പിന്നെ ഫിറ്റിംഗ് ആണെങ്കിലും അത്രയും കറക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ മറ്റേ ബ്ലൂ കട്ട അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. നമുക്ക് മറ്റേ കോട്ടിംഗ് ഇല്ലേ എന്നുള്ളത് ഇത് ലൈറ്റ് നോക്കാം. ലൈറ്റ് ബ്ലോക്ക് ആവണ്ടോന്ന് ലെൻസിലേക്ക് നോക്കാം. ഇപ്പൊ നോർമൽ പ്ലെയിൻ ആയി ലൈറ്റ് കിടക്കണത്. ബ്ലൂ കട്ട് ആണെങ്കിൽ ലൈറ്റ് ബ്ലോക്ക് ആവും. അതെ, ബ്ലൂ കട്ട് സരിതര മറ്റേ കണ്ണട നോക്കിയാൽ ബ്ലൂ കട്ട് അല്ലേ? അതല്ല, ഇപ്പൊ ഇവിടെ പ്ലെയിൻ ഗ്ലാസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വാങ്ങിയതാണ്. അത് കണ്ട ബ്ലോക്ക് ആവണ് കണ്ട. രണ്ടും സെയിം തന്നെയാണ്. ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ അധികം ബ്ലോക്ക് ആവും. നമ്മൾ സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാരണം കൂടുതൽ ബ്ലോക്ക് ആവും. 98% ലൈറ്റ് ബ്ലോക്ക് ആവും. അങ്ങനെ ലെൻസുകൾ. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി വാങ്ങിക്കാം. പിന്നെ ഓഫറുകൾ എന്തൊക്കെയുള്ള ഓഫർ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 4 to 40% ഡിസ്കൗണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അതിൽ മിനിമം 15%, അതായത് 15 അല്ല 15% എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. അതൊരു 1000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും അത്രയും ഉണ്ടാവും. സാധാരണ കുറവാണെന്നുണ്ടെങ്കിലും 10%, 12% ഒക്കെ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ടാവും. എല്ലാ ഡിസ്കൗണ്ടിലാണ് ഞാൻ കൊടുക്കണത്. സൺഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും ഫ്രീ ഉണ്ട്. സൺഗ്ലാസിന് കേട്ടാ, എല്ലാ മോഡലിനും അല്ല, കുറെ മോഡലുകൾക്കൊക്കെ ഉണ്ട്. പിന്നെ പോളറൈസർ സൺഗ്ലാസ് ആണെങ്കിലും നമ്മുടെ 1000 തൊട്ട് പോളർ സൺഗ്ലാസുകളുണ്ട്. അത് ബ്രാൻഡുകളുണ്ട്, കുറെ ബ്രാൻഡുകളുണ്ട്. മെയിനായിട്ട് പവർ ഗ്ലാസ് ആണ് എല്ലാവരും ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. അതിനെപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് ഉണ്ടാവും, ഓഫറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കളക്ഷൻസും ഇപ്പോഴും പുതിയ കളക്ഷൻസ്. പിന്നെ റോജിയുടെ കട എന്ന് പറയുന്നത് നമ്മുടെ പുത്തമ്പള്ളിയില്ലേ, തൃശ്ശൂർ പുത്തമ്പള്ളിയിലെ വലതുവശത്തെ 2ാമത്തെ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലേ വലതുവശത്തെ ഗേറ്റില്ലേ പറയാം. പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് പുത്തമ്പള്ളിയിലെ. അപ്പൊ
ഇങ്ങനെ റോഡ് രണ്ടായിട്ട് തിരിയുന്നു. അപ്പൊ ലെഫ്റ്റ് ഈ സൈഡില് വരുമ്പോ രണ്ടാമത്തെ ഗേറ്റിന്റെ ശരിക്കും ഓപ്പോസിറ്റ് ആണ് സേവന എന്ന് പറയുന്നത്. 7i+ വെള്ളപ്പങ്ങാടി പോണ വഴി. വെള്ളാപ്പങ്ങാടിക്ക് പോണ വഴി. അതന്നെ കറക്റ്റ്. നീ ഏതെടുത്തെ സൺഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇതെടുത്തെ. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, ബ്രാൻഡഡ് ലെൻസുകൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പലരും പറയാ ബ്രാൻഡഡ് ലെൻസിന് ഡിസ്കൗണ്ട് കൊടുക്കാറില്ല. നമ്മൾ ബ്രാൻഡഡ് ലെൻസിനും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഡിസ്കൗണ്ട് ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ലോക്കൽ സാധനമാവുന്നു. അല്ല, ഒറിജിനൽ വിത്ത് വാറണ്ടി കാർഡ് ഉണ്ടായിരിക്കും ബ്രാൻഡഡ് ലെൻസുകൾക്ക്. നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണതുകൊണ്ടാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഡിസ്കൗണ്ടഡ് ആണ്. പിന്നെ അധികം എല്ലാവരും ഇപ്പൊ നമ്മൾ നോവയുടെ ലെൻസ് ഉണ്ട്, നോവയുടെ അധികം പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോവയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ലെൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ കാര്യങ്ങള്. അപ്പോൾ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മളിവിടെ തരാം, ലൊക്കേഷനൊക്കെ തരാം. അപ്പോൾ കണ്ണാടകൾ വേണമെന്നുള്ളവർ, സൺഗ്ലാസുകൾ വേണമെന്നുള്ളവരൊക്കെ വരാം. സേവനയിലേക്ക് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി പോവാം. അപ്പം ഇനി കണ്ണാട വാങ്ങിക്കാൻ നാളെ വരാം. ഓക്കെ. അപ്പം ഈ അടുത്ത കമൻറ്റ് വായന തൊട്ട് ഞാൻ ഈ കണ്ണാട വെച്ചിട്ടായിരിക്കും വായിക്കുക.